വേദി അലങ്കരിക്കേണ്ട വിശിഷ്ട വ്യക്തികൾക്ക് മാത്രമാണ് UDF സർക്കാരിന്റെ പ്രകടന പത്രികയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാഗ്ദാനമായിരുന്നു സ്ത്രീകൾക്ക് പ്രിയദർശിനി യാത്ര, സൗജന്യ KSRTC യാത്ര കൊടുക്കുമെന്ന്. ഇത് ആ സമയം മുതൽ തന്നെ സമൂഹം വലിയ വ്യാപ്തിയിൽ ചർച്ച ചെയ്തതാണ്. അപ്പോഴും ഉണ്ടായിരുന്ന ഒരു ആശങ്ക, ഇത് എത്ര ബസ്സിലുണ്ടായിരിക്കും, എങ്ങനെയായിരിക്കും ഇതിന്റെ ക്രമീകരണങ്ങളൊക്കെ നടത്തുക എന്നുള്ളതായിരുന്നു. അതിന് പിന്നാലെ ഒരു പഠനം നടന്നു. KSRTCയിൽ ഈ യാത്ര നടപ്പാക്കിയാൽ KSRTCക്ക് ഉണ്ടാകുന്ന നഷ്ടം എങ്ങനെയാണ്, ഇത് എങ്ങനെ നടപ്പാക്കാൻ കഴിയും എന്നതിനുമായി ബന്ധപ്പെട്ട്, ഒപ്പം എത്ര സ്ത്രീകൾ യാത്ര ചെയ്യുന്നു, പ്രതിദിനം എത്ര പേർ വരുന്നു തുടങ്ങി വലിയ ചർച്ചകളും പഠനങ്ങളും ഒക്കെയും സർക്കാർ തലത്തിൽ നടന്നു. അങ്ങനെ ഉദ്യോഗസ്ഥർ റിപ്പോർട്ടുകൾ സമർപ്പിച്ചു. അങ്ങനെ 70-75 കോടിയോളം, 65 മുതൽ 70 കോടി വരെ ഒരു നഷ്ടം ഉണ്ടാകും. ആ നഷ്ടത്തെ കണക്കാക്കിക്കൊണ്ട് തന്നെ ആ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ സംസ്ഥാന സർക്കാർ തീരുമാനിക്കുകയായിരുന്നു. ഓർഡിനറി ബസ്സുകളിൽ മാത്രം യാത്ര പരിമിതപ്പെടുത്തിക്കൊണ്ട് ആ യാത്രയ്ക്ക് തുടക്കം കുറിക്കുകയാണ് UDF സർക്കാർ. ഇവിടെ പരിപാടികൾക്ക് ഔദ്യോഗികമായി തുടക്കമാകുന്നു, ചടങ്ങുകൾ തുടങ്ങിയിരിക്കുന്നു.